കുറെ മാറ്റങ്ങളുണ്ട്. അതിലൊരു മാറ്റം ഇപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ ഇപ്പം ബ്രദറിന്റെ മോളെ ബർത്ത്ഡേ ആയിരുന്നു. അവര് നാട്ടിലില്ല. അപ്പൊ ഞാനാണ് അവരുടെ ഇത് കൊടുത്തത്. നമ്മള് ഈ നോർത്ത് ഇന്ത്യൻസിന് ആന്ധ്രയിലുള്ള കുട്ടികളുണ്ടല്ലോ, ആ ശരിക്കും ആ ആ ആ. ഫുഡൊന്നും കിട്ടാത്ത അങ്ങനെയുള്ള ആളുകൾക്ക് അതെല്ലാ വർഷവും നമ്മൾ ചെയ്യണതാണ്. അപ്പൊ കഴിഞ്ഞതിലൊക്കെ കൊടുത്തതിനേക്കാളും എനിക്ക് ഭയങ്കര ഫീലിങ് ശരിക്കും അതൊക്കെ ഈ ഒരു ക്ലാസ്സിൽ നിന്നാണ് വരുന്നത്. അതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോന്നും ഇപ്പൊ അറിഞ്ഞാണ് ചെയ്യണത്. നല്ലപോലെ അറിഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നതാണെങ്കിലും നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളാണെങ്കിലും ആ കിട്ടിയതിന് നന്ദി പറയാനും ഒക്കെ. മുമ്പൊക്കെ അങ്ങനെ അത് നന്ദി പറയലുണ്ടെങ്കിലും പക്ഷെ ഇത്ര സ്ട്രോങ് ആയിട്ട് നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് ഓരോന്നും എടുത്തെടുത്ത് ഇപ്പൊ മേം പറഞ്ഞ പോലെ നമുക്ക് ട്രാവൽ ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് ഇതിനൊക്കെ സൗകര്യം തരുന്ന ഓരോന്നിനും. ഇപ്പൊ മാം ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, നമ്മള് പെട്രോൾ പമ്പില് പെട്രോൾ അടിച്ചതിന് ശേഷം മാം താങ്ക്സ് പറയുമെന്ന് പറഞ്ഞല്ലോ. അത് ശരിക്കും അവരെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാല് എനിക്ക് ഇന്നലെ ഉണ്ടായ അനുഭവം ഇന്നലെ പറയാതിരുന്നതാണ്. ഇന്നലെ SSLC എക്സാം ഹിന്ദി ആയിരുന്നു. അപ്പോ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എന്നോട് ഒരു വർഷം പഠിപ്പിച്ച കുട്ടികൾ എന്നോട് താങ്ക്സ് പറയണേക്കാളും എനിക്ക് സന്തോഷം തോന്നിയത് എന്താന്ന് വെച്ചാല് ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രമുള്ള ഒരു കാര്യമാണ് SSLC കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലോഗ് ഇപ്പം പ്രീ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഡിയാക്കാനുള്ള പാനലിലൊക്കെ ഞാൻ ചേർന്നിട്ടുണ്ട്. അതിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പെർമനന്റ് ടീച്ചർ അല്ലാത്ത ആദ്യത്തെ ആള് ഞാനാണ്. എന്റെ ഒരു ആഗ്രഹമായിരുന്നു അത്. അപ്പൊ അതില് നമ്മളെ നമ്പേഴ്സ് കൊടുക്കും, ടീച്ചേഴ്സിന്റെ നമ്പേഴ്സ് ആ ബ്ലോഗിൽ കൊടുക്കും, കുട്ടികൾക്ക് വിളിക്കാം. അത് മലപ്പുറം ജില്ലേന്റെ പുറത്തുനിന്നും വിളിക്കാം. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അപ്പൊ ഞാൻ അറിയാത്ത ഏതൊക്കെയോ സ്കൂളിലുള്ള കുട്ടികള് ഇതുവരെ പഠിക്കാതിരുന്നിട്ട് 1-2 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ വിളിച്ചിട്ട് തിങ്കളാഴ്ച എക്സാം എഴുതി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ അവരൊക്കെ താങ്ക്സ് പറഞ്ഞപ്പോ എനിക്കുണ്ടായ സന്തോഷം ഉണ്ടല്ലോ. അതാണ് മറ്റേ ഒരു വർഷം ഞാൻ പഠിപ്പിച്ച കുട്ടികള് അടുത്തുനിന്ന് കിട്ടിയതിനേക്കാളും സന്തോഷം. അപ്പൊ ആ ഒരു ഫീലിംഗ് ആയിരിക്കും നമ്മളിപ്പോ മാം പറഞ്ഞ പോലെ പെട്രോൾ പമ്പിലുള്ളവരോട് നമ്മളോട് ബില്ല് പെട്ടെന്ന് റെഡിയാക്കി തന്നവരോടൊക്കെ പറയുമ്പോഴേ അത് ഭയങ്കരമായിരിക്കും അവരുടെ മൈൻഡിൽ ശരിക്കും നമ്മൾ അവിടെ പതിയായിരിക്കും.